നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വന്ന് ഈ പെണ്ണിന് ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. കണ്ടില്ലേ മുടിയൊക്കെ കിടക്കുന്നത്? കൊച്ചുനാള് മുതലേ എന്തോരം കാച്ചെണ്ണ തേച്ച് ഞാൻ വളർത്തി കൊടുത്താണെന്നറിയാമോ? ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങിയപ്പോ നല്ല ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഇതിപ്പോ 4 ദിവസം കൊണ്ട് ഞാൻ ശരിയാക്കി തരാം. ഓ പിന്നെ, നീ ഭയങ്കര ബ്യൂട്ടീഷ്യൻ അല്ലേ? ഓ, ബ്യൂട്ടീഷ്യൻ ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം പൊടിക്കൈകളൊക്കെ എനിക്കറിയാം. അല്ലേ തന്നെ ബ്യൂട്ടീഷ്യന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാം? ദൈവം തന്നെ യഥാർത്ഥ സൗന്ദര്യം നശിപ്പിക്കാനല്ലാതെ. ദേ, മോൾ വിഷമിക്കണ്ട. ഈ മുടിയുടെ കാര്യം ഗോമതി ചേച്ചി ഏറ്റു കേട്ടാ. എന്താ മോളെ, നീ ഇത് ഏത് ലോകത്താ? നീ എന്താ ആലോചിക്കുന്നെ? എനിക്കൊരു മനസ്സമാധാനം ഇല്ല മുത്തശ്ശി. എന്തു പറ്റി? എന്റെ ആദ്യമോന്റെ കാര്യം ആലോചിച്ചിട്ട്. ഓ, അതായിരുന്നോ? ഉള്ളത് പറഞ്ഞ അവന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായത്. മറ്റാരെ വിശ്വാസമില്ലെങ്കിലും എനിക്ക് ആ കളക്ടറെ നല്ല വിശ്വാസമാ. അവര് വളരെ ആത്മാർത്ഥതയുള്ളൊരു സ്ത്രീയാ. അവരവരുടെ മകളെ മാത്രമല്ല, നമ്മുടെ ആദ്യക്കുട്ടിനെ സംരക്ഷിക്കും. നിങ്ങൾ നോക്കിക്കോ, അധികം താമസിക്കാതെ അവരവനെ കണ്ടുപിടിച്ചു കൊണ്ടുവരും. അങ്ങനെ നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ മുത്തശ്ശി? അവര് മായാലക്ഷ്മി IAS ആണെന്നല്ലാതെ നമുക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എല്ലാവരെ കുറിച്ചും എല്ലാം അറിഞ്ഞിട്ടാണോ നമ്മൾ അവരെ വിശ്വസിക്കുന്നത്? സാഹചര്യം വരുമ്പോ വിശ്വസിച്ചു പോകുന്നതല്ലേ. എനിക്കെന്തോ അവരെ വിശ്വാസമാ. അവര് ചതിക്കില്ല അമ്മേ. എന്തോ എനിക്കൊന്നും അറിയില്ല. മോളിപ്പോ അതൊന്നും ഓർക്കണ്ട. സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞാൽ മാത്രം മതി. വരുന്ന 6-7 മാസം മോളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സമയത്ത് മനസ്സ് നൊന്താ അതിന്റെ കേടേ വയറ്റി കിടക്കുന്ന കുഞ്ഞിനാ. ആ ഓർമ്മ എപ്പോഴും വേണം, കേട്ടല്ലോ?